ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ പത്മകുമാർ അറസ്റ്റിലായതോടെ പ്രതിരോധത്തിലാവുകയാണ് CPIM-ഉം സർക്കാരും. തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന അറസ്റ്റോടെ കൊള്ളയിൽ ഉന്നത നേതൃത്വത്തിനും പങ്കുണ്ട് എന്ന പ്രതിപക്ഷ ആരോപണം ശക്തമാവുകയും ചെയ്യും. എന്നാൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന ഉറപ്പ് അക്ഷരം പ്രതി പാലിച്ചു എന്നാണ് സർക്കാരിന്റെയും CPM-ന്റെയും മറുപടി. വിശ്വാസികളിലും പൊതുസമൂഹത്തിലും വലിയ സംശയങ്ങൾക്കിടയാക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷമാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. തെളിവുകളും സാഹചര്യങ്ങളും വിലയിരുത്തി ആലോചിച്ചുറപ്പിച്ച ശേഷമാണ് അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമാണ്. പാർട്ടിയിലെ ഉന്നത നേതൃത്വത്തിന്റെയും മുഖ്യമന്ത്രിയുടെയും അടുപ്പക്കാരൻ കൂടിയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും കോന്നിയിലെ മുൻ MLA-യുമായ പത്മകുമാർ. അദ്ദേഹത്തിന്റെ ഉന്നത ബന്ധം തന്നെയാണ് അറസ്റ്റ് സർക്കാരിനും പാർട്ടിക്കും തിരിച്ചടിയാക്കാനുള്ള പ്രധാന കാരണം. കേവലം ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ കൊള്ള നടക്കില്ലെന്നും ഭരണ നേതൃത്വത്തിന്റെ അറിവോടെയാണ് എല്ലാം നടന്നതെന്നുമുള്ള സംശയങ്ങൾക്ക് അടിവരയിടുന്നതാണ് പത്മകുമാറിന്റെ അറസ്റ്റ്. അതുകൊണ്ട് തന്നെ കൊള്ളയിൽ പങ്കില്ലെന്ന പതിവ് വാദങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നതല്ല ഇപ്പോഴത്തെ തിരിച്ചടി. ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല. അതിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന SIT അന്വേഷണം, ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം, ആവശ്യമായ അന്വേഷണം നടത്താം, ആവശ്യമായ നിലപാട് സ്വീകരിക്കാം, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാം. അങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. MLA ആയി കോന്നിയിൽ നിന്ന് ജയിച്ച പത്മകുമാറിന് പിന്നീട് തുടർച്ച ലഭിക്കാതെ പോയതും ചില ആക്ഷേപങ്ങളെ തുടർന്നാണ്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായത് പത്മകുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റൊരു തിരിച്ചടിയാണ്. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പരസ്യമായി കലഹിച്ച പത്മകുമാറിനോട് ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തിന് അത്ര കണ്ട് താല്പര്യമില്ല. അതാണ് ജില്ലാ സെക്രട്ടറിയിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയിരിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.